ഇന്നാണ് നമ്മുടെ ബേബിയുടെ നൂലുകെട്ടും നെയിമിങ് സെറമണി എല്ലാം ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് നമ്മളൊരു 6:30 ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിച്ചു, ഇന്നിനെ ഉറക്കി, അങ്ങനെയൊക്കെ വന്ന് ഒന്ന് റെഡി ആവാൻ നോക്കുന്ന ടൈമാണ് 8:30. നമ്മളിപ്പോൾ ഗസ്റ്റൊക്കെ എല്ലാം വന്ന് തുടങ്ങും, നമുക്കെല്ലാം റെഡി ആവാം. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ്. ധാവണിയാണെന്ന് ഞാൻ ഓൾറെഡി മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ തന്നെ സംഭവിച്ചു. സ്കേർട്ടെല്ലാം ഞാൻ സെപ്പറേറ്റ് കൊച്ചിയിൽ നിന്ന് മെറ്റീരിയൽ എടുത്ത് തയ്പ്പിക്കുക ചെയ്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചു. ഷോളും സെപ്പറേറ്റ് റെഡിമെയ്ഡായിട്ട് വാങ്ങുക ചെയ്ത്. ഇതിപ്പോൾ കുഞ്ഞാപ്പൂന് നമ്മളെല്ലാവരും കൂടെ റെഡിയാക്കുക ചെയ്തേ. ഫസ്റ്റ് ആദ്യം എല്ലാവരെയും കണ്ടപ്പോൾ ഒരു ചെറിയ കരച്ചിലൊക്കെ വന്നു. അത് മുമ്പ് വരെ ഭയങ്കര ചില്ലായിരുന്നു ആൾ. പിന്നെ ഈ മുണ്ട് മാത്രം ഉടുപ്പിക്കാൻ കുറേ നേരം എടുത്തു. പിന്നെ ചേച്ചി കരച്ചിൽ മാറ്റാൻ വേണ്ടി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക, കുറേ നടന്നു. പിന്നെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക, സ്റ്റാർട്ട് ചെയ്യണ്ടേ എന്നൊക്കെ ചോദിച്ച് ഇരിക്കുകയാണ്. ഇതാണ് കുഞ്ഞാപ്പൂൻ്റെ അച്ചാച്ചനും അച്ഛമ്മയും. ഇതാണ് കുഞ്ഞാപ്പൂൻ്റെ അച്ഛൻ, എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഉണ്ണിയേട്ടനും അവരെല്ലാം മോർണിംഗ് എത്തിയിട്ടുണ്ടായുള്ളൂ. ഉണ്ണിയേട്ടനൊക്കെ എന്നാണ് നാട്ടിലെത്തിയതും തലേദിവസമായിരുന്നു. അപ്പോൾ അമ്മയാണ് വിളക്ക് കത്തിക്കുന്നത്. നമ്മളിതെല്ലാം മോർണിംഗ് ആണ് അറേഞ്ച് ചെയ്ത് വെച്ച് താഴെ വെച്ചേക്കുന്നതെല്ലാം. ഡെക്കറേഷനൊക്കെ പുലർച്ചെ വരെ ഇരുന്ന് ചെയ്തു. പിന്നെ നമ്മുടെ അവിടെ സ്വാമിയുടെ അവിടെയുള്ളത് കൃഷ്ണനെ നമ്മൾ താഴോട്ട് ഇറക്കി വെച്ച് ഇങ്ങനെ കുഞ്ഞാപ്പൂനെ നോക്കി ബ്ലെസ് ചെയ്യുന്ന പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു നമ്മൾ. ഇത് കുഞ്ഞാപ്പൂൻ്റെ അച്ചാച്ചൻ ആദ്യം ചരട് കെട്ടാണ്. അങ്ങനെ നൂലുകെട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അച്ചച്ചനായിട്ട് അവർ കൊണ്ടുവന്ന ഗോൾഡിൻ്റെ അരഞ്ഞാണം കെട്ടുമായിരുന്നു. അപ്പോൾ കുറച്ചിങ്ങനെ നോക്കി ഇങ്ങനെ കിടന്നു, എന്താ ഇവിടെ ഇങ്ങനെ ആദ്യമായിട്ട് അച്ചാച്ചനെ കാണുന്ന പോലെയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ഇതായിട്ട് പിന്നെ അച്ഛനെ നോക്കും, എല്ലാവരും ഇങ്ങനെ നോക്കി കിടക്കുക. കാരണം ആദ്യം ഒരു കൺഫ്യൂഷനിലായിരുന്നു കുഞ്ഞാപ്പൂ, എന്താ ഇവിടെ നടക്കുന്നതെന്ന്. കുറച്ച് നല്ലൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്പോട്ടിൽ നിന്ന് ശരിക്കും. പിന്നെ കുഞ്ഞാപ്പൂൻ്റെ അച്ഛമ്മ വളയിട്ട് കൊടുത്തു, ബ്രേസ്ലെറ്റ്, അങ്ങനെ ആ ഒരു ചടങ്ങ് ഇതാക്കി. അപ്പോഴേക്കും കരച്ചിൽ തുടങ്ങി. ആസ് യൂഷ്വൽ എല്ലാ ഉണ്ണികളും അവരുടെ മെയിൻ പ്രോഗ്രാംസിനൊക്കെ ഇങ്ങനെ കരച്ചിലായിരിക്കുമല്ലോ, അതുപോലെ കുഞ്ഞാപ്പൂ കുറേയൊക്കെ പിടിച്ചു നിന്നു കേട്ടോ. എന്നാലും ലാസ്റ്റ് ആയപ്പോൾ സങ്കടമായി തുടങ്ങി. പിന്നെ തളയും വളയൊക്കെ ഇട്ട് വരുമ്പോൾ ആകെ ഒരു അസ്വസ്ഥതയും ഉണ്ടായിരുന്നു, ആകെ ഇതായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ കണ്ണെഴുതിപ്പിക്കുന്ന ഇതും ചടങ്ങും ഉണ്ടായിരുന്നു. അപ്പോൾ കൺമഷി ചേച്ചിക്ക് ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ ഉണ്ണീനെ ഇങ്ങനെ അച്ഛമ്മയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ചേച്ചി ഇങ്ങനെ കണ്ണെഴുതാനുള്ള ഇതിലായിരുന്നു. ഞാനൊരു കുഞ്ഞ് ലോക്കറ്റാണ് കൊടുത്തത് മാലയ്ക്ക് വേണ്ടിയിട്ട്. ഞാനതെല്ലാം മേടിച്ച് കൊണ്ടുപോയി. ഞാൻ ഓൾറെഡി ബ്രേസ്ലെറ്റാണ് പ്ലാൻ ചെയ്തത്, പക്ഷെ അവരും ബ്രേസ്ലെറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാം കൂടെ ഒരേപോലെ ആവേണ്ട, അപ്പോൾ എല്ലാവർക്കും സെപ്പറേറ്റ് ആക്കിയിട്ട് ഞാനപ്പോൾ ഇങ്ങനെ ലോക്കറ്റ് വാങ്ങാം. അപ്പോൾ മാലയ്ക്ക് ലോക്കറ്റ് ഇല്ലല്ലോ, അങ്ങനെ ഓർത്തും ലോക്കറ്റ് മേടിച്ചു. ഗുരുവായൂരപ്പൻ്റെ ഒരു കുഞ്ഞ് ലോക്കറ്റ്. അത് ഞാൻ ഫോട്ടോ കൊടുത്തിട്ടില്ല, ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാനതിൽ അറ്റാച്ച് ചെയ്യാം. അപ്പോഴേക്കും നല്ല കരച്ചിലായി കുഞ്ഞാപ്പൂ. പിന്നെ കണ്ണെഴുതിക്കാൻ പോവാണ്. അപ്പോഴേക്കും എൻ്റെ ചേച്ചിക്ക് കൺഫ്യൂഷനായി, ഇതിപ്പോൾ കണ്ണെഴുതിക്കണോ, പാവമുണ്ട്, മതിയില്ലേ എന്നൊക്കെ കരച്ചിലായിട്ടേ. പിന്നെ അങ്ങ് എഴുതിച്ചു. പിന്നെ അങ്ങ് ഹാപ്പി ആയിരുന്നു കേട്ടോ കുഞ്ഞാപ്പൂ. കണ്ണൊക്കെ എഴുതി കഴിഞ്ഞ് പിന്നെ നമ്മളൊന്ന് എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു കുഞ്ഞാപ്പൂവിനെ. ഇതിപ്പോൾ ചേച്ചി കൊടുക്കുന്നത് വയമ്പാണ്. ആദ്യം നെറ്റിയിലിങ്ങനെ വെച്ച് കൊടുത്തു, പിന്നെ താടിമേ വെച്ച് കൊടുത്തു, പിന്നെ കൈമേയും കാലുമേയും ഇങ്ങനെ കൊടുക്കുന്നുണ്ട് വയമ്പ്. അതങ്ങനെ എല്ലായിടത്തും അങ്ങനെ ഒരു ചടങ്ങുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, നമ്മുടെ അവിടെ ഉണ്ട്, അങ്ങനെ ഒരു ചടങ്ങുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ചേച്ചി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ചേച്ചി ഇങ്ങനെ കരിവള ഇട്ട് കൊടുക്കുകയാണ്. കരിവള ഇത്രയും ലൂസായിരുന്നു ആ ഒരു ടൈമിൽ, എന്നാലും നമ്മളിങ്ങനെ ഇട്ട് കൊടുത്ത ചടങ്ങാണല്ലോ. ഇന്ന് വരെ നമ്മളങ്ങനെ കരിവള കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് ഊരിപ്പോകുന്നതുകൊണ്ട് നമ്മളിങ്ങനെ മാറ്റി വെച്ച്. പിന്നെ കുഞ്ഞാപ്പൂനും അതൊരു അൺകംഫർട്ടബിൾ ഫീൽ ആവരുതല്ലോ, അതുകൊണ്ട് കന്നെ കലയിക്കുന്നത്
നമ്മുടെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പേര് വിളിക്ക് നമ്മൾ വിളിച്ചവരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. നെയ്ബേഴ്സ് ആണെങ്കിലും നെയ്ബേഴ്സ് എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല, നമ്മളെല്ലാവരും ഒരു ഫാമിലി പോലെയാണ് ടിൽ ടുഡേ നമ്മളെല്ലാവരും നിൽക്കുന്ന. ടച്ച് വുഡ്. ഇത് നമ്മുടെ കസിൻസ് ആണ്, ബ്രദേഴ്സ് ആണ്. ഹാപ്പി ആയിരുന്നു, വന്നിട്ടുണ്ടായിരുന്നു. അവരും ഭയങ്കര സന്തോഷമായിരുന്നു ഉണ്ണീനെ കാണാനായിട്ട്. അവരും കുറേ നേരം എടുത്തുകൊണ്ട് നടന്നു. അവരുടെ കൂടെയും കുറേ ഫോട്ടോസ് കിട്ടി, നമ്മുടെയും കുറേ ഫോട്ടോസ് കിട്ടി. താങ്ക്സ് ടു ദ ഫോട്ടോഗ്രാഫർ. ശരിക്കും ആൾ കുറേ പേഷ്യൻസോട് ഇന്ന് ഫോട്ടോസൊക്കെ കുറേ എടുത്ത് തന്നു. കുഞ്ഞാപ്പൂൻ്റെ ആയാലും കുറേ ഡ്രസ്സിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്തു തന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നവർ എത്രയോ പേരുണ്ടെന്ന് എനിക്കറിയില്ല, എപ്പോഴും ആരൊക്കെ കാണുന്നുണ്ടെന്നും അറിയില്ല. ബട്ട് കാണുന്നവർക്കെല്ലാം എൻ്റെ ബിഗ് താങ്ക് യു. ഞാനും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എൻ്റെ ചാനലെല്ലാം, എന്നിട്ടും എല്ലാവരും കാണുന്നതുകൊണ്ട് താങ്ക് യു. പ്ലീസ് ഡു വാച്ച് അഗെയിൻ. Thanks for watching this video. If you like this video, please share, subscribe and like my video. Thank you.